100-day challenge for FN and SMC trading day 31. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിഫറെന്റ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ആക്ച്വലി നമുക്കൊരു 3 കോൺട്രാക്ട്സ് ആയിരിക്കും ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ അവൈലബിൾ ആയിട്ട് വരിക. അതും മന്ത്ലി കോൺട്രാക്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊരു ജൂൺ മന്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂൺ മാസം ഒരു കോൺട്രാക്ട് ഉണ്ടാവും. അതിനെ നമ്മൾ നിയർ മന്ത് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മന്ത് കോൺട്രാക്ട് ആയിട്ടുള്ള ജൂലൈ മന്ത് കോൺട്രാക്ടിനെ നമ്മൾ മിഡ് മന്ത് കോൺട്രാക്ട് എന്നും അതിന്റെ ശേഷമുള്ള ലാസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സിനെ നമ്മൾ ഫാർ മന്ത് കോൺട്രാക്റ്റും ആയിരിക്കും നമ്മൾ പറയാം. ആക്ച്വലി കറന്റ് നമുക്ക് 3 കോൺട്രാക്ട്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരാം. ഇതിൽ തന്നെ ജൂൺ മാസം കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസം ആയിരിക്കും നിയർ മന്ത് കോൺട്രാക്ട് ആയിട്ട് വരുന്നതും, ഓഗസ്റ്റ് മാസം മിഡ് മന്ത് കോൺട്രാക്ട് ആയിട്ടും, സെപ്റ്റംബർ മാസം പുതിയൊരു കോൺട്രാക്ട് ഉണ്ടായിട്ട് അതൊരു ഫാർ മന്ത് കോൺട്രാക്ട് ആയിട്ടായിരിക്കും മാറും. അപ്പൊ എപ്പോഴും നമുക്ക് ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 കോൺട്രാക്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ആക്ച്വലി ഇത്രയും കോൺട്രാക്ട്സ് എന്തിനാണ് അവൈലബിൾ ആയിട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ മാർക്കറ്റ് ഇത്ര ഒരു പോയിന്റ്, ഒരു 1000 പോയിന്റ് മൂവ് ചെയ്യും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിയർ മന്ത് കോൺട്രാക്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം എന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ 2 മന്ത്സിന്റെ ഉള്ളിൽ മാർക്കറ്റിൽ ഒരു 1000 പോയിന്റ് മൂവ്മെന്റ് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മിഡ് മന്തിൽ കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യാനും, അതല്ല എന്റെ വ്യൂ എന്ന് പറഞ്ഞ 2 മാസത്തിന് ശേഷം ഒരു 3 മാസത്തിനുള്ളിലാണ് മാർക്കറ്റ് ഒരു 1000 പോയിന്റ്സിന്റെ മൂവ്മെന്റ് നടത്താനുള്ള ഒരു സാധ്യത എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫാർ മന്ത് കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് എന്നും അത് എന്തിനാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് 1 minute. See you tomorrow.